ഓണോ ഇങ്ങനെ നമ്മുടെ വീക്കെൻഡ് ട്രാവൽ സ്റ്റാർട്ടായിരിക്കുകയാണ്. ആദ്യം നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് കാർ ഫുള്ള് പൊടി അഴുക്കായതുകൊണ്ട് നമ്മൾ കാർ ആദ്യം കഴുകാൻ കൊടുക്കുന്നു. കഴുകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു, ചെറിയ സ്നാക്സും കടിയൊക്കെ കഴിക്കുന്നു. കാർ വാഷിന് കൊടുത്തതിന് ശേഷം നമ്മൾ കറങ്ങാൻ പോകുന്നു. ഓക്കെ, യെസ്. നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡിൻ്റെ അവിടെ എത്തി. സ്റ്റേഡിയത്തിൻ്റെ വട്ടം വെച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുള്ള് ആള് കുറവാണ്. എന്തൊക്കെയോ പാച്ച് വർക്കൊക്കെ നടക്കുകയാണ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്ന് സ്റ്റേഡിയത്തിൻ്റെ റൗണ്ടിൽ നിന്ന് സ്റ്റേഡിയം ലിങ്ക് റോഡിലേക്ക് ഇപ്പോൾ കടക്കും. അവിടെ നമ്മുടെ കാർ വാഷ്, വണ്ടി കൊടുക്കുന്നു, വണ്ടി കഴുകുന്നു, നമ്മൾ പോകുന്നു. ഓക്കെ. അയ്യോ ഫുള്ള് കുണ്ടും കുഴിയുമാണ്. കുണ്ടും കുഴി, ന്യൂയോർക്ക് മോഡലിലുള്ള കുണ്ടും കുഴിയാണ്. അതുകൊണ്ട് നമ്മൾ പതുക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കാർ വാഷ് കണ്ടു തുടങ്ങിയോ? തറയി ജിമ്മ്, ഡാർക്ക് വണ്ണിൻ്റെ ജിമ്മ് കഴിഞ്ഞു. നമ്മുടെ കട്ടൻ ചായ കിട്ടുന്ന കട കഴിഞ്ഞു. എവിടെ കാർ വാഷ് പൂട്ടിയോ? ഇല്ല, കാർ വാഷ് ഉണ്ടെന്ന് തോന്നുന്നു. ചീക്കു, കാർ വാഷ് എന്തിയേ? ഇച്ചിരി കൂടെ ഉണ്ട്. അതാണ്ട് ചിക്കിങ് തുറന്നിട്ടില്ല. അതാണ്ട് കാർ വാഷ്. അയ്യോ, കാർ വാഷ് അവിടെ. ഇവിടെ യെസ് കുണ്ടും കുഴിയും കാരണം റോഡ് ടാർ ചെയ്യാൻ തീരുമാനിച്ച അവസാനം കുറച്ച് സ്ഥലത്തൊക്കെ ടാറിങ് നടക്കുന്നുണ്ട്. നമ്മുടെ കാർ വാഷ് എത്തിപ്പോയി. കാർ വാഷ് ഇല്ലേ? വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നോക്കാം. അയ്യോ, കാർ വാഷ് പൂട്ടി പോവും. കാർ വാഷ് നമ്മൾ പറഞ്ഞ പോലെ പൂട്ടിയെന്ന് തോന്നുന്നു. ഇല്ല, ഉണ്ട്. നമുക്ക് വണ്ടി കൊണ്ട് കൊടുക്കാം. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്ന് പറയാം. അപ്പം നമുക്ക് കാർ വാഷിൻ്റെ അങ്ങോട്ട് ഇടാം. ഓക്കെ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഫുള്ള് അഴുക്കും ചെളിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അതെ, നമ്മൾ പൊക്കെ സ്റ്റേഡിയം ലിങ്ക് റോഡിലൂടെ നടക്കുകയാണ്. അരമണിക്കൂറിൽ കൂടുതലെടുക്കും വണ്ടി ക്ലീൻ ആവാൻ. നമ്മുടെ മൂപ്പൻ്റെ വീടിൻ്റെ ടൈലൊക്കെ മാറ്റി കണ്ട ആൾക്കാരിപ്പോഴും പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പൻ്റെ അവിടുത്തെ പണിയൊക്കെ കണ്ട് റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് കണ്ട് നമ്മൾ പോവാണ്. നോക്കി ചീക്കു, നോക്കി നടക്കൂ. നോ യു ഷുഡ് നോട്ട് ഗോ there. കൈ വിടരുത്. ഉപ്പുമുളകിലോ? അത് വാഴക്കാലമുള്ള വീടാ. ആ വീട് ഏത് സിനിമയില്ല? ഇതെല്ലാം ക്ലാസ്സിൽ പോകുമ്പോൾ പിള്ളേരുമായിട്ട് ഡിസ്കസ് ചെയ്താ അല്ലയോ? പഠിക്കുന്ന കാര്യം സംസാരിക്കാതെ സിനിമയുടെ സീരിയലിന്റെ വെറുതെ അല്ല പരീക്ഷയ്ക്കല്ല മുട്ട മേടിക്കുന്നത് അല്ലയോ? ഞാൻ ടീച്ചറിനോട് ചോദിക്കട്ടെ. ടീച്ചർ അവിടെ ഉപ്പുമുളകും പയറും എഴുത്തുകൊട്ടിയുടെ സീരിയലിന്റെ കഥയാണോ പഠിപ്പിക്കുന്നത്? അത് അമ്മയടുത്ത് പറഞ്ഞേക്കാം, ചോദിക്കാം കേട്ടോ. ഇതൊക്കെ കേൾക്കണം. ഉപ്പുമുളകും ചീക്കു നോക്കി വീഴും. തിട്ട നോക്കി ഇറങ്ങി ചീക്കും. വണ്ടി കഴുകി കാണണം. പോയി നോക്കാം. അരമണിക്കൂറായല്ലോ. വി വിൽ ഗോ ആൻഡ് ചെക്ക്. ഓക്കെ, കയറിണ്ട്. പുതിയ വണ്ടി വണ്ടിയൊക്കെ വിജയകരമായി കാർ വാഷ് ചെയ്ത് കിട്ടി.
നമ്മളിനി എവിടെ പോവാ ചീക്കോ? കറങ്ങാൻ പോവാണ്. കറങ്ങാൻ പോകുമ്പോ നമ്മൾ എന്തൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചേ നമ്മൾ കറങ്ങാറുള്ളൂ. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു. അത് പൊട്ടിക്കണ്ട, അത് പൊട്ടിക്കണ്ട, അത് പൊട്ടിക്കണ്ട. കണ്ണടി വെച്ച് പൊടിയായില്ല, ഇല്ല ഇല്ല. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നശിപ്പിക്കാം. അവിടെ വെച്ചാൽ മതി. പൊടിയായില്ല കേട്ടോ. പൊടിയാകുമ്പോൾ ഞാൻ പറയാം. പൊടിയാവുമ്പോൾ നമുക്ക് തുറക്കാം. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുകയാണ് ചീക്കു. ചീക്കു ഓൺ ദ യോയോ. പൊന്നുവിന് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എവിടെ പോവാണ്? നോ, വി ആർ ഗോയിങ് ടു ഫോറം മാൾ. അപ്പൊ ഇനി ബാക്കി വിഷയങ്ങൾ ഫോറം മാളിൽ. ഫോറം മാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെ കഴിഞ്ഞു? വൈറ്റില ക്രോസ് ചെയ്തു. വൈറ്റില ക്രോസ് ചെയ്ത് മറഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മറടേ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ട്രാഫിക് കുറച്ച് കുറവാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. പക്ഷെ പാവം ചീക്കു ഉറങ്ങിപ്പോയി. ചീക്കു ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം. ചിന്ന ട്രാഫിക് സിഗ്നലാണ്. അതിൻ്റെ ഒരു ബ്ലോക്ക് 2.2 കിലോമീറ്റർ ഉള്ളതെന്നാണ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. ഗൂഗിൾ അമ്മച്ചിയാണോ ചെറിയമ്മച്ചിയാണോ എന്നറിയത്തില്ല. ഏതോ ഒരു അമ്മച്ചി പറഞ്ഞു. എൻ്റെ പൊന്നു വണ്ടിക്കാരെ കയറിപ്പോ എൻ്റെ പോട്ടെ. ഇപ്പോൾ ഫോറം മാളിൽ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഫോറം മാള് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറം മാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് യു ടേൺ അടിച്ചു. ഫോറം മാൾ ഈസ് അപ്രോച്ചിങ്. We have to take a U-turn and come. This is ഫോറം മാൾ. കുറവാന്ന് തോന്നല്ലേ തിരക്ക്? ശനിയാഴ്ച മൺഡേ ഇസ് വെരി ബിസി ഡേ. നമുക്കപ്പം ഫ്ലൈ ഓവർ കയറരുത്. വരുമ്പോൾ നമ്മൾ ഫ്ലൈ ഓവർ കയറാതെ ലെഫ്റ്റ് പിടിച്ചിട്ട് വേണം യു ടേൺ അടിക്കാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മളൊരു 3-4 കിലോമീറ്റർ കിടന്ന് കറങ്ങേണ്ടി വരും. ദിസ് കട്ടിങ് ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഫോറം മാളിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു വൃത്തിയായിട്ട രീതിയിലാണ് കട്ടിങ് ഇട്ടേക്കുന്നത്. എന്നാലും കട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല. തിട്ടയൊക്കെയാണ്. അയ്യോ അങ്ങനെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ യു ടേൺ അടിച്ച് വേണം ഫോറം മാളിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ നമുക്ക് യു ടേൺ അടിക്കാം. ടക്ക് യു ടേൺ. അയ്യോ, ഇവിടെ എന്നിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടില്ല. റോഡൊക്കെ ഫുൾ ജഗപുകയാണ്. വണ്ടികൾക്ക് ഡാൻസ് കളിച്ചാണ് പോകുന്നത്. നമ്മളും ഡാൻസ് കളിച്ചാണ് പോകുന്നത്. നമ്മുടെ കൊച്ചിൻ മുനിസിപ്പാലിറ്റി കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടർലയിൽ പോകേണ്ട ആവശ്യമില്ല. റൈഡെല്ലാം റോഡിൽ തന്നെ കിട്ടുന്നുണ്ട്. വണ്ടർലയിൽ പോകണം അതിനുള്ളവർക്ക് നമ്മുടെ കൊച്ചി മുനിസിപ്പാലിറ്റി ഒരുക്കിയ മനോഹരമായ റോഡിലൂടെ യാത്ര ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മുടെ യു ടേൺ എത്തിയിരിക്കുകയാണ്. നമ്മൾ യു ടേണിക്കൊണ്ടിരിക്കുകയാണ്. അരൂര്, തൃപ്പൂണിത്തര, ഫോർട്ട് കൊച്ചി ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോഴത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ അനാഥമായി കിടപ്പുണ്ട്. APK മെറ്റൽ ആൻഡ് അലോയ്സ്. അവരുടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ക്ലിനിക് 7. അങ്ങനെ നമ്മൾ യു ടേണിക്കൊണ്ടിരിക്കുകയാണ്. യു ടേൺ ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ട് നമ്മുടെ കുണ്ടന്നൂർ ബൈപ്പാസിൽ. കുണ്ടന്നൂർ ബൈപ്പാസ് കട്ട് ചെയ്ത് നമ്മളങ്ങനെ യു ടേണിക്കൊണ്ടിരിക്കുകയാണ്. യു ടേൺ. ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ചേച്ചിമാരൊക്കെ മൊബൈലിൽ സംസാരിച്ച് പോവാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു 800 മീറ്ററാണ് ഫോറം മാൾ കാണിക്കുന്നത്. 800 മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഫോറം മാളിലേക്ക് എത്തിച്ചേരും. എടപ്പള്ളിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്ററാണ്. യെസ് 6-7 കിലോമീറ്റർ. റോഡൊക്കെ താറുമാറാണ്. ടാർ റോഡാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ താറുമാറായ റോഡാണ്. താറുമാർ. ചീക്കുവിനെ മെല്ലെ വിളിച്ചാ പൊന്നു. ചീക്കുവിനെ ഉണർത്തി തുടങ്ങിക്കോ. ലൊക്കേഷൻ എത്താറായി. വി ആർ അറൈവിങ്. എഴുന്നേറ്റ് ചീക്കു. ഗെറ്റപ്പ്. നമുക്ക് ബൈപ്പാസ് പിടിച്ചു പോവാം. മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. റിസ്ക് എടുക്കണം. 500 മീറ്റർ കാണിക്കുന്നത്. നമുക്ക് സ്ലോ ആയാലും
ബൈപ്പാസ് പിടിച്ചങ്ങ് പോകാം. ചീക്കു എണ്ണീറ്റേ, ചീക്കു ചീക്കു കീ ജയ്, ചീക്കു കീ ജയ്. ചീക്കു പാവം ഒരു ഐസ്ക്രീം ഒക്കെ അടിച്ച് ഐസ്ക്രീമിന്റെ മത്തിൽ ഉറങ്ങിപ്പോയി. ചീക്കുസോ ഉറക്കത്തിലായിരുന്നോ? ഉറങ്ങിപ്പോയോ? ഫോറമ്മളി പോണ്ടേ, കറങ്ങണ്ടേ? ഇങ്ങനെ മന്ദം 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 നമ്മൾ ഫോറമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈപ്പാസിലൂടെ പോവാണ്. അങ്ങനെ നമ്മൾ അവസാനം ഫോറമാൾ എത്തിയിരിക്കുകയാണ് മക്കളെ. ഫോറമാൾ അപ്രോച്ചിങ്. പാർക്കിംഗ് ഒക്കെ ഉണ്ടോ ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഫോറമാൾ തുടങ്ങിയ ഒരു സമയത്താണ് നമ്മൾ വന്നത്, പിന്നെ നമ്മൾ വന്നിട്ടില്ല. പുതിയ മാളല്ല, കുറച്ചു കാലമായി നമ്മൾ ഇങ്ങോട്ട് വരാറില്ലെന്നേ ഉള്ളൂ. അങ്ങനെ മാളുടെ എൻട്രി, ഓണത്തിന്റെ വരവേൽപ്പൊക്കെ ആർച്ചുകൾ വെച്ച് ആഘോഷിക്കുകയാണ് ഫോറമാൾ. നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ദി ഡെമോക്രാറ്റിക് പാർട്ടി സിറ്റുവേഷൻ. വെച്ചോ വണ്ടി വെച്ചോ. ആണോ? പുറത്ത് പോകുമ്പോഴുണ്ട് കേട്ടോ, കണ്ണാടി ഊരി വെക്കും. പുറത്ത് പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കണ്ണിന് എന്തോ പ്രശ്നമുള്ള ആൾക്കാരെന്ന് ചോദിച്ചോളൂ. വെയിലുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ കണ്ണാടി വെച്ചാൽ അവിടെ വെച്ചാൽ അതിൻ്റെ കവറിനകത്ത് വെച്ചിട്ട് എടുത്ത് കവർ കേസിനകത്ത് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ഫോറമാളുടെ പാർക്കിങ്ങിലേക്ക് എൻ്റർ ആവുകയാണ്. വളരെ മനോഹരകരമായ ഒരു പാർക്കിംഗ് ആണ് ഇവിടെ. വിദേശ രാജ്യങ്ങളിലെ മാളിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളൊരു പാർക്കിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ പാർക്കിംഗ് എൻ്റർ ആവുന്നത്. നമ്മൾ തുടങ്ങിയ സമയത്ത് ഇവിടെ വന്നപ്പോൾ പാർക്കിംഗ് ഒന്നും സ്റ്റഡി ആയില്ലായിരുന്നു. അപ്പോൾ ചീക്കുവിൻ്റെ ചെരുപ്പ് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ചീക്കു ഇവിടെ ഫുൾ അലമ്പാണ്. ചീക്കുവിൻ്റെ ചെരുപ്പ് എനിക്കൊന്ന് പൂച്ച എടുത്തുകൊണ്ട് പോയി. അങ്ങനെ മുമ്പിലത്തെ റേഞ്ച് റോവറിൽ നിന്നൊരു മാമൻ ഇറങ്ങി പോകുന്നുണ്ട്. പോണ്ടി രജിസ്ട്രേഷനാണ്. നമ്മളങ്ങനെ മെല്ലെ മെല്ലെ പാർക്കിങ്ങിലേക്ക് കടക്കുകയാണ്. പാർക്കിംഗ് കൊള്ളാം. നമ്മുടെ ലുലുവിനെക്കാട്ടിലും സെൻട്രൽ മാളിനെക്കാട്ടിലും ഒബ്രോൺ മാളിനെക്കാട്ടിലും ബെറ്ററാണ് ഇവിടുത്തെ പാർക്കിംഗ് സിസ്റ്റം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പാർക്കിംഗ് അതെ. പാർക്കിങ്ങിൽ മനോഹരമായി എത്ര വേക്കൻസി ഉണ്ടെന്നെല്ലാം കാണിക്കുന്നുണ്ട്. പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ നല്ല പള്ളിയിലേക്ക് എൻ്റർ ആവുകയാണ്. അങ്ങനെ നമ്മൾ ഫോറമാളുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അറിയോടുക നോക്കി കയറിച്ചേക്കും. എനിക്ക് ഇവിടെ കറങ്ങിട്ടോ. ജസ്റ്റ് എക്സ്പ്ലോർ ദ ഗ്രൗണ്ട് ഫ്ലോർ. ബ്യൂട്ടിഫുൾ മാൾ. ഹൗ ഇസ് ദ മാൾ? നമ്മൾ സൈഡിൽ കൂടെ പോലെ ഗ്രൗണ്ട് ഫ്ലോറും എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എപ്രാളം നൈസ് ഇൻറ്റീരിയറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഇൻറ്റീരിയേഴ്സ്. മരമുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ മരം തന്നെ ഉള്ളിൽ
ആർട്ടിഫിഷ്യലാണോ ഒറിജിനലാണോ അറിയില്ല, കണ്ടിട്ട് ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുന്നു. അത് നിലനിർത്തിയിട്ടുണ്ട്. കുട്ടി കുട്ടി എസ്കലേറ്റേഴ്സൊക്കെ ഉണ്ട്. സാധാരണ മാളുകളിലോട്ട് വലിയ വലിയ എസ്കലേറ്റേഴ്സ്, കുട്ടി കുട്ടി എസ്കലേറ്റേഴ്സ്. പിന്നെ സൺലൈറ്റ് അകത്തേക്ക് കിട്ടാൻ വേണ്ടി സെൻറ്ററിൽ ഗ്ലാസ് ഒക്കെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒറിജിനൽ മരം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ഒറിജിനൽ മരം തന്നെ മാളിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രി വരുന്നത്. നമ്മളിപ്പം പാർക്കിങ്ങുള്ള എൻട്രി എടുത്താണ് വന്നത്. ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ട് കുഴപ്പമില്ല, ആവശ്യമാണ്. നമ്മുടെ ലുലുവിനെക്കാട്ടി വലിയൊരു ഫുഡ് കോർട്ടാണെന്ന് തന്നെ പറയാം. തന്നെ വലിയൊരു ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ട് ഈസ് ഗുഡ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഫുഡ് കോർട്ട് നമ്മുടെ മാക്ഡി, അങ്ങനെ സ്റ്റാർബക്സ്, അങ്ങനെ മേജർ ബ്രാൻഡ്സ് എല്ലാം മാളിലുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ മാളെന്ന് പറയാം. ശരിക്കും നമ്മളൊന്ന് ഈ ഡിസ്റ്റൻസ് കാരണം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് അത്ര ക്രൗഡഡും അല്ല. ലുലുവിനെക്കാട്ടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇത് തന്നെ. ഇനി നമ്മളിപ്പം ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് നോക്കണം. അടുത്ത ഫ്ലോറിലാണ് തിയേറ്ററൊക്കെ വരുന്നത്. തിയേറ്ററും ബെറ്റർ ആയിരിക്കും നോക്കേണ്ടി വരും. ഇതുവരെ കണ്ടതിൽ ഒരു ബെറ്ററാണ്. ഇവിടെ നമുക്ക് എല്ലാ മാൾസിലോട്ടും മസാജിങ് ചെയർസ്, പിന്നെ മേജർ ബ്രാൻഡ്സ് അല്ലേ ഇപ്പോൾ മാക്സ്, മിയ, തനിഷ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മേജർ ബ്രാൻഡ്സും, ടാക്കോ ബെൽ, ക്രോസ്വേഡ്, അർമാനി എക്സ്ചേഞ്ച്, പഞ്ചാബ് ഗ്രിൽ, ഓൾ മേജർ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഇവർ കണ്ടത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ എവിടെ പോകാൻ എടുത്തത്? PVR സുമതി വളവ് കാണാൻ പോവാണ്. നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ബർഗർ കിങ്ങിൽ ബർഗർ കഴിക്കാൻ. ബർഗർ കിങ്ങിൽ ബർഗർ കഴിക്കാൻ. ഈ ബർഗർ നമ്മൾ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചീക്കു ചീക്കു ബർഗർ വേണ്ടല്ലോ. ബർഗർ വേണമെന്നുള്ളവർ നോക്കിയാൽ മതി. ബർഗർ വേണോ ചീക്കു കുട്ടി? ബർഗർ വേണോ? ഈ ബർഗർ ആർക്കാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. നമ്മൾ ബർഗർ കഴിച്ചിട്ട് എവിടെ പോകുന്നത്? സിനിമ കാണാൻ. ഏത് സിനിമയാ? അല്ല, ഹൊറർ കോമഡി. സുമതി വളവ്. ആ കാണുന്നു, അടിച്ച് പൊളിക്കുന്നു. പാവ അമ്മ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമായിരിക്കും. അയ്യോ അയ്യോ കഷ്ടം, അയ്യോ അയ്യോ കഷ്ടം. അമ്മയ്ക്ക് സങ്കടമാവോ എന്തോ നമ്മൾ സിനിമയ്ക്ക് പോവാന്ന് പറയുമ്പോൾ. കഷ്ടം ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞു പടം? ചീക്ക് ഉറങ്ങിപ്പോയോ? അപ്പോൾ അത് കഴിയുമ്പം ഐസ്ക്രീം എങ്ങനെയുണ്ട്? മാക്ഡി ആണോ? മാക്ഡി ബർഗർ ഉണ്ട്. പെട്ടെന്ന് കഴിച്ചോ ചീക്കു? ചീക്കു ചീക്കു പെട്ടെന്ന് കഴിച്ചു. അതവിടെ ഇല്ല അവിടെ വെക്ക്. ഇത് പെട്ടെന്ന് കഴിച്ചു. നോ ടൈം. അങ്ങനെ നമ്മുടെ ചിന്ന വൺ ഡേ ടൂർ പരിപാടി സമാപനത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചീക്കു പടം? സുമതി വളവ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊന്നൂസ്, ഹൗ വാസ് സുമതി വളവ്? ഹൗ ഈസ് ഫോറം മോൾ? അപ്പൊ നമ്മൾ ഇനി സിനിമ കാണുവാണെങ്കിൽ എവിടെ കാണും? നോ, ഫോറം മാൾ ഓൺലി, നോ അതർ മാൾസ്. ഓക്കെ. അതെ അതെ അതെ. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അമ്മയ്ക്ക് വേണ്ടി നമ്മൾ പാഴ്സൽ ബർഗർ മേടിച്ചിരിക്കുകയാണ്, അമ്മയെ സോപ്പിടാൻ വേണ്ടി. അത് അമ്മയ്ക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അതിന് മുമ്പേ ചീക്കു തീർക്കുമെന്ന് അറിയത്തില്ല. ഇല്ല ചീക്കു? ഐസ്ക്രീം എങ്ങനെ ഉണ്ടാകും ചീക്കു? 2 ഐസ്ക്രീം മേടിച്ചല്ലോ. സൂപ്പർ. പന്നൂസ്, പവർ സുമതി വളവ്. പാവം ചീക്കു പകുതി ആയപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയില്ലയോ? ക്ഷീണിച്ചു പോയി. സുമതി വളവ് പകുതി കണ്ടപ്പോഴത്തേക്ക് ചീക്കുന് ക്ഷീണം അടിച്ചു. യു ലൈക്ക്ഡ് ഇറ്റ്? 10 നമുക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാം സുമതി വളവിന്? 10 out of 10. ഓ മൈ ഗോഡ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. അടുത്ത വ്ളോഗിൽ വരുന്നതിന് വരെ സമാപനം.